ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അമ്മയുടെ പറയുന്ന യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ട്. അപ്പം ആത്മാവ് ഹല്ലേലൂയ യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി എന്തിനാന്ന് വെച്ചാൽ പിശാചിനെ പരീക്ഷിക്കപ്പെടേണ്ടതിനാ. ഹല്ലേലൂയ. അപ്പം ആത്മാവ് ഹല്ലേലൂയ നമ്മളെ ഓരോ ദിവസം പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. നമ്മൾ ദൈവത്തോട് ചിലപ്പോൾ ചോദിക്കാണ്, കർത്താവേ, നിന്റെ ശബ്ദം കേട്ടല്ലേ ഞാൻ യാത്ര തിരിച്ചത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇരിക്കുന്നത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉപവസിക്കുന്നുണ്ടല്ലോ. ഹാലേലിയ. അപ്പൊ നീ പറഞ്ഞ വഴി കേട്ട് ആ വാക്ക് കേട്ട് തന്നെയല്ലേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇത്ര വലിയ പരീക്ഷ, കഷ്ടതയും ബുദ്ധിമുട്ടും ഹാലേലിയ, അല്ലെങ്കിൽ ഹാലേലിയ നിന്ദയും പരിഹാസവും ഒക്കെ ആണല്ലോ എന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ നമ്മുടെയൊക്കെ ചിന്ത പരിശുദ്ധാത്മ നടത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭയങ്കര സമൃദ്ധിയിലേക്ക്, ആമേ, ഭയങ്കര ഹാലിലെ ആമേ, വലിയ എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. അങ്ങ് നമ്മളെയൊക്കെ പരിശുദ്ധാത്മ നടത്തുന്നതെല്ലാം അങ്ങ് ഭയങ്കര സന്തോഷമുള്ള വഴികളിലൂടെ ആയിരിക്കും നമ്മൾ വിചാരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാ യേശുവിനെ നടത്തിയത് പോലും ആമേ മരുഭൂമിയിലെ നടത്തിയത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനായിട്ട്, അല്ലെങ്കിൽ പിശാച് 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അപ്പൊ പരിശുദ്ധാത്മ നടത്തുന്ന ഇടത്ത് നമുക്ക് പരീക്ഷകളുണ്ട്, ടെസ്റ്റുകളുണ്ട്. കാരണം ആ ടെസ്റ്റുകൾ നടക്കുമ്പോഴാണ് ഹാലേലിയ ആമേ നമ്മൾ അവിടെ ലാസ്റ്റ് അവിടെ പറ്റേക്ക് നിനക്ക് പരിശുദ്ധാത്മ നിറഞ്ഞവനായിട്ട് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഓരോ ടെസ്റ്റുകളും ഓരോ പരീക്ഷയും നമ്മളെ ആത്മാവിൽ നിറഞ്ഞവരാക്കി മാറ്റും, ആത്മശക്തി പ്രാപിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോരുത്. ഞാൻ ഇന്നലത്തോടെ പറഞ്ഞു. ഒന്നും നമുക്ക് ബോധ്യം തരാം, നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ ഈ പരീക്ഷകളെല്ലാം ജയിക്കുമെന്ന്. ഹാലേലിയ. അപ്പൊ നമ്മളെ ആ സിറ്റുവേഷനുകൾ ദൈവം നടത്തുമ്പോൾ നമ്മളവിടെ പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹാലയിൽ സംഭവിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യോ എനിക്ക് ഹാലേലിയ ഇത് ജയിക്കാൻ പറ്റിയില്ല, അപ്പൊ എനിക്ക് ഈ ശക്തി പോരാ, ഈ ബലം പോരാ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് പലപ്പോഴും. നമ്മുടെയൊക്കെ ചിന്ത ഹാലേലിയ അവൻ ഞാൻ ഏത് സിറ്റുവേഷൻ ജയിക്കുന്ന ഹാലേലിയ. പക്ഷെ നമ്മുടെ ജീവിതത്തെ ആ വിഷയം വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, നമുക്ക് മനസ്സിലാകുന്നത് ഹാലേലിയ നമ്മൾ ഈ വിഷയത്തെ, ഈ സിറ്റുവേഷൻ നമുക്ക് ജയിക്കാൻ കഴിയത്തില്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മളെ ഓരോ ദിവസവും പരിശുദ്ധാത്മ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നതോടൊപ്പം മറ്റുള്ളവരും അത് കാണും, അവരറിയും ഹാലേലിയ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഞാൻ എപ്പോഴും പണ്ടെപ്പോഴും പറയും, ദൈവം ഞാൻ പറയുന്നത് മാത്രമല്ല, ഞാൻ പ്രവചനം പണ്ട് കേട്ടിട്ടുള്ളതാണ്. എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഭയപ്പെടണമെന്ന് നമ്മുടെ ഹാലയിലെ പരിസരത്തുള്ളവരും നാട്ടുകാരും ഒക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും എന്ന്. ഹാലയില് കാരണം നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവ ജീവനുള്ള ദൈവമാണ്, ആ ദൈവത്തെ ഭയപ്പെടണം എന്ന് തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം. അതിനെന്ത് വേണം? നമ്മുടെ ജീവിതത്തിൽ ആ ദൈവമായിട്ട് വെളിപ്പെടണം. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാവുന്ന ദാനിയേലിന്റെ പുസ്തകം. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം 2 മെയിൻ ഇൻസിഡൻസ് നമ്മൾ എടുക്കാറുണ്ട്. ഒന്ന് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീച്ചൂള എറിയപ്പെട്ട അനുഭവം. ആ തീച്ചൂളയിലേക്ക് എറിയാതെ അവരെ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയുമായിരുന്നു, അല്ലെ? അടുത്തുവരെ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ആക്കാനോ അല്ലെ രാജാവിന്റെ ഹൃദയത്തോട് ഇടപെടാനോ നമ്മൾ പറയുന്ന രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നേരത്തോട് കണക്കിന് അങ്ങേക്ക് ഇഷ്ടമുള്ളത് തിരിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ രാജാവ് തീച്ചുള്ളിലേക്ക് എറിയാനായിട്ടുള്ള കൽപ്പന പറയുമ്പോൾ അടുത്തോട്ട് കൊണ്ടപ്പോ എന്താ വേണ്ടവരെ എറിയണ്ട, അങ്ങ് വിട്ടേക്കാം എന്ന് പറയാറുതല്ലേ. പറയിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്? പറ്റത്തില്ല? പറ്റും. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ നമ്മുടെ ചെറുപ്പാസിന് മെസ്സേജ് നമ്മൾ പറഞ്ഞ മെസ്സേജ് നമ്മൾ ഏകദേശം ഭയങ്കര സാമ്യമാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ ഹാലേലിയ ഓരോ ഈ ദിവസങ്ങളിൽ ശക്തി നേടണമെന്നുള്ളൊരു മെസ്സേജ് ഇതെല്ലാം ചെറുപ്പാസ് പറഞ്ഞ മെസ്സേജിനകത്തുണ്ട്. ഹാലേലൂയ. നമ്മുടെ ഏലിയാശയുടെ കാലത്ത് ഹാലേലിയ ആമേൻ
ഈ എന്താ പറയുക കോടാലി വെള്ളത്തിലേക്ക് പോയി. ഏലീശ പോയി മരത്തിന്റെ കൊമ്പ് കഷ്ണം, ഒരു മരക്കൊമ്പിന്റെ കഷ്ണം വെട്ടിയിട്ടപ്പോഴത്തേന് ഹാലേലിയ ആ കോടാലി പൊങ്ങി വന്നു. സാധാരണ ലോ എന്താ, നമ്മുടെ ലോകത്തിന്റെ ഒരു നിയമം ഉണ്ട് എല്ലാത്തിനും, ഈ ന്യൂട്ടന്റെ നിയമം എന്നൊക്കെ പറയുന്നത് കോസ്മിക് ലോ. ആ ലോയില് തടിക്കഷ്ണം ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ പൊങ്ങി കിടക്കണം, ഇരുമ്പ് കഷ്ണമാണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോകണം. ഹാലേലിയ. അപ്പൊ ചില സമയങ്ങൾ ദൈവം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോയെ ദൈവം ഫ്രീസ് ചെയ്യും, സസ്പെൻഡ് ചെയ്യും തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പം ഹാലേലി. അപ്പൊ തടിക്കഷ്ണം ആ കമ്പ് അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് എന്താന്നിരിക്കട്ടെ, അത് ഇട്ടത് പൊങ്ങിക്കിടക്കുന്ന സാധനം വെള്ളത്തിനടിയിലേക്ക് പോയി, അടി കിടന്ന് ഇരുമ്പ് പൊങ്ങി വന്നു. ഹാലേലി. അപ്പം ഈ ലോകത്തിന്റെ നിയമത്തെ ചില സമയത്തേക്ക് വേണ്ടി ദൈവം അതിനെ സസ്പെൻഡ് ചെയ്തിട്ട് ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഹാലയുടെ വെളിപ്പെടുത്തും തന്റെ ഭക്തന്മാർക്ക് വേണ്ടി. അതിനെ നമ്മൾ പറയും സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എന്ന് പറയും. ഹല്ലേലൂയ. അല്ലേ? ദൈവത്തിന് അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ തീച്ചുളയിലേക്ക് ഇവരെ ഇടാതിരിക്കായിരുന്നു, ഇല്ലെങ്കിൽ തീച്ചുളയെ പെട്ടെന്നൊരു മഴ വരുത്തി അങ്ങ് കെടുത്തി കളയായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. ഇത് ചെയ്താലും ഹല്ലേലൂയ ദൈവം പ്രവർത്തിച്ചു എന്ന് പറയും. പക്ഷേങ്കില് അവിടെ അതുപോലെ രാജാവ് പോലും ഭ്രമിച്ച് ചാടി എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ, നമ്മൾ 3 പേരെയല്ലേ എറിഞ്ഞത്, 4 പേര് നടക്കുന്നു, ഒരാളുടെ മുഖം ഒരു ദൈവപുത്രൻ്റെത് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയാനായിട്ട് കാരണമായിരുന്നു ഇല്ല. പിന്നെ രാജാവിന്റെ അടുത്ത വിളംബരം, പിന്നെ ഇവരുടെ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് അവരുടെ വീട് എന്തോ കുപ്പക്കുന്നാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിളംബരം അവിടെ പുറപ്പെടുവിക്കാൻ ഇടയാകുമായിരുന്നോ? ഇല്ല. കാരണം അവിടെ അവർ അക്ഷരാർത്ഥത്തിൽ രാജാവ് മാത്രമല്ല, അവിടെ കൂടെ നിന്ന സകല ജനത്തിന്റെ മുമ്പിൽ ദൈവം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ അത് നടന്നത് വലിയൊരു പരീക്ഷയെ കൂടെ പോയപ്പോൾ തന്നെയാ. ആമേൻ. ഹാലേ. പരിശുദ്ധാത്മ അവരെ നടത്തിയത് ആമേ ഹാലെ പൂവൊക്കെ വേദിച്ച് മെത്തയിലേക്കല്ല നടത്തിയത്, ആമേ കത്തി എരിയുന്ന തീച്ചൂളയിലേക്കാ നടത്തിയത്. അത് ചൂള പതിവായിരുന്നേക്കാട്ടി 7 മടങ്ങ് അധികമായി ചൂട് പിടിപ്പിച്ചു എന്നാ. അതേ പുസ്തകത്തിൽ തന്നെ നമുക്കറിയാം, ഇന്നലെ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞ ദാനിയേലിനെ തിമ്പക്കൂട്ടിൽ എറിയാതെ ദൈവത്തിന് രക്ഷിക്കായിരുന്നു, കൂടിനടുത്തിട്ട് കൊണ്ടുപോയിട്ട്. പക്ഷെ ഇല്ല, എറിഞ്ഞു. ഹാലേലിയ. അപ്പൊ എറിഞ്ഞതും ഹാലേലിയ അവിടെ എന്തായി? ഹാലേലിയ അവിടുത്തെ രാജാവ് പോലും ഹാലേലിയ അവൻ നമ്മുടെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനെന്ന് പറയാനായിട്ട് ഇടയാക്കി. ഹാലേലിയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യം, ഇവരെയൊക്കെ ആത്മാവ് ഉണ്ടായിരുന്നവരാണ്, അവർ നിഷ്കളങ്കരായി വിശ്വസ്തരായി ദിവസം നിന്നവരാ. കാരണം അവരെയൊക്കെ ദൈവം നടത്തിക്കൊണ്ട് ഹാലേലിയ. ഡാനിയേലിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞല്ലേ, ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ തന്നെയാണ്. ഹാലേലൂയ. അപ്പം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവരെന്നാണ് രാജാവ് പോലും വിളിച്ചേക്കുന്നത്. ഹാലിന്റെ. അപ്പൊ അവരൊക്കെ ആത്മാവുള്ളവരൊക്കെ പോയ വഴികളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വലിയൊരു പരീക്ഷയിൽ കൂടെ, അല്ലെ വലിയൊരു ശോധനയിൽ കൂടെ ഹാലല്യ കൊണ്ടുപോയി. ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു പരീക്ഷയെ കൂടെ കടത്തിക്കൊണ്ടുപോയി. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകൾ നമ്മളിത് എന്തൊക്കെയാ പറയുന്നത്? അവരെയൊക്കെ ആത്മാവ് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആത്മാവ് സ്ഥിരമായി വസിക്കുന്ന മന്ദിരം. നമുക്കൊരു കാര്യം കൂടെ എക്സ്ട്രാ പറയാൻ പറ്റും, നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ പോയാലും അവിടെ കൂടെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളോട് കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മളൊരു രോഗക്കിടക്കെ കിടന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല കിടക്കുന്നേ, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ദാരിദ്ര്യാവസ്ഥയിൽ കൂടെ കടന്നു പോകാതെ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നേ, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊരു ഒരു പരീക്ഷാ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ കർത്താവുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ലോകത്തുള്ളവരൊക്കെ വലിയ നമ്മളിലുണ്ടെന്നാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എല്ലാം ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആത്മാവ് നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാം നമ്മൾ പറയുന്ന മലർവാടിയിലേക്കല്ല, നല്ല പൂവിരിച്ച പൂമെത്തയിൽ കൂടെ നടത്തിക്കൊണ്ടല്ല പോകുന്നത്. കല്ലും മുള്ളും ഹാലേലിയ നിറഞ്ഞ ഹാലേലിയ. അപ്പൊ നമുക്ക് ചില സമയങ്ങളിലൊക്കെ ഹാലേലിയ ശരീരമൊക്കെ വിണ്ടുകീറുന്ന അവസ്ഥയെ കൂടെ ഒക്കെ ദൈവാത്മാവ് നമ്മളെ നടത്താറുണ്ട്. ഹാലേലൂയ. പരിശുദ്ധാത്മാവ് ഹാലേലിയ നമ്മളെ നടത്തുമ്പോൾ പക്ഷെ ഒന്നും നമ്മൾ മനസ്സിലാക്കണം, ആ വഴി ജയത്തിന്റെ വഴിയാണ്. താൽക്കാലികമായിട്ട് പോകുന്ന അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട, അല്ലെ? പക്ഷെ പരിശുദ്ധാത്മ നടത്തുന്നതൊക്കെ അത് നല്ല വഴിയാണ്. ഞാൻ പലപ്പോഴും
പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോശയോട് ഹല്ലേലൂയ, ഒരാള് ചോദിച്ചു, ഇപ്പൊ നമ്മൾ ചോദിക്കാം, മോശെ നിനക്ക് മരുഭൂമിയിലെ വഴിയൊക്കെ അറിയായിരുന്നില്ലേ, നീ ആടുകൾ മേച്ചിങ്ങനെ നടക്കുന്നതായിരുന്നില്ലേ, പക്ഷെ നീ എന്തുകൊണ്ടാ ചെങ്കടലിന്റെ വാതിക്കലേക്ക് പോയത്? അവിടെ ഒരു കടലുണ്ടെന്നൊക്കെ എന്തായാലും മരുഭൂമികളെ നടക്കുന്ന മോശ 40 വർഷക്കാലം മരുഭൂമിയിൽ ആടിനെ മേയിച്ച് നടന്ന മോശയാണ് അല്ലേ. ഇത് കൃത്യമായിട്ട് മോശയ്ക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ആ വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ചെങ്കടലിന് മുമ്പിലായിരിക്കും. പക്ഷെ മോശയോട് ചോദിച്ചാൽ മോശ പറയും, മോശയ്ക്ക് അറിയുന്ന വഴി നോക്കിയല്ല മോശ നടന്നത്. ഞാനാകുന്നു എന്ന് പറഞ്ഞു എന്റെ ശബ്ദം കേട്ട് ആ ദൈവം നടത്തിയ വഴിയിലൂടെ മോശ നടന്നത്. അതുകൊണ്ട് മോശ ചെന്ന് നിന്നത് ചെങ്കടലിന് മുമ്പിൽ പോയിരുന്നു. പക്ഷെ മോശ തന്നെ നടന്ന് ചിലപ്പോൾ ഈ ചെങ്കടലിനൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ വഴി കൂടെ ഒക്കെ മോശയ്ക്ക് പോകാൻ ചിലപ്പോൾ അറിയായിരിക്കും. പക്ഷെ മോശ പോയത് ദൈവത്തിന്റെ ശബ്ദം കേട്ടാ മോശ പോയത്. ആ മോശ പോയി നിന്ന് എവിടെയാ? മുൻപോട്ടും വഴിയില്ല, പുറകോട്ടും വഴിയില്ല, സൈഡിലേക്കും വഴിയില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി നിന്നു. ഹല്ലേലൂയ. പക്ഷെ അവിടെ നമ്മൾ കണ്ടു, ഹല്ലേലൂയ, ദൈവം അത്ഭുതകരമായ ചെങ്കടൽ നടുവിലൂടെ വഴി തുറക്കും നമ്മൾ കണ്ടു. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടാൽ നമ്മൾ നടക്കുന്നെങ്കിൽ, ദൈവാത്മാവ് നമ്മളെ നടത്തുന്നതെങ്കിൽ, നമ്മൾ പോകുന്ന വഴി ചിലപ്പം വലിയ വിശാലമായ വഴിയിലൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ പോകുന്നത് എത്ര ഞെരുക്കമുള്ള വഴിയിലൂടെ ആണെങ്കിൽ നമ്മൾ നടത്തും, അവിടെ ഇട്ടിട്ട് പോകത്തില്ല. നമ്മൾ സക്സസ്ഫുള്ളി അവിടെ നടക്കുമെന്നുള്ളതാണ് ദൈവാത്മാവ് നടത്തുന്നതിന്റെ പ്രത്യേകത. വീണ് പോകത്തില്ല, നമ്മൾ പറയാൻ താറടിയായി പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഹാലേലൂയ. അവിടെയൊക്കെ നമ്മളെ കരുതി നമ്മളെ ക്ഷേമത്തോടെ നടത്താൻ കഴിയുന്ന ഒരു ദൈവാത്മാവാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക്. അപ്പൊ അതുപോലെ നമ്മൾ അറിയാം, ഇവിടെ പറയുന്നത് എഴുതേക്കുന്ന വാക്ക്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാഞ്ഞിട്ടല്ല യേശുവിനെ പരീക്ഷിക്കാൻ കൊണ്ടുപോയത്, അല്ലേ? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ഒരു ആത്മശക്തി ഇല്ലാത്തതുകൊണ്ടാണ്, നിറവില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രാപിക്കാത്തതുകൊണ്ടോ ഈ കുറച്ചുകൂടെ ഒക്കെ പ്രാപിക്കാൻ ഈ കഷ്ടതയൊക്കെ വിട്ടുമാറുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തയല്ലേ. പക്ഷെ എഴുതിയേക്കുന്ന പരിശുദ്ധാത്മ നിറഞ്ഞവനായി, ആ നിറവ് വെളിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ നിറവുണ്ടായിട്ടാണ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെയാണ് പരിശുദ്ധാത്മ നിറഞ്ഞ യേശുവിനെയാണ് പിശാച് 40 ദിവസം പരീക്ഷ അവസാനം ഫ്രണ്ടിലേക്ക് വെളിപ്പെട്ടു വന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായതുകൊണ്ട് ഈ പിശാചിന്റെ സകല പരീക്ഷയും ജയിക്കാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടെങ്കിൽ നമുക്ക് പിശാച് കൊണ്ടുവെക്കുന്ന എല്ലാ പരീക്ഷയും ജയിക്കാൻ കഴിയും. നിറവില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു, നമ്മളോട് അവന്റെ തന്ത്രങ്ങൾ നമ്മൾ അകപ്പെട്ടു, നമ്മൾ വീണുപോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി പിശാചിനോട് എതിർത്ത് പിശാചിനെ തോൽപ്പിക്കാൻ നമുക്ക് വേണമെങ്കിൽ അവന്റെ പരീക്ഷകൾ വരുമ്പോ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാനായിട്ട് നമുക്കൊരു നിറവ് വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത പലരും പിശാചിന്റെ തന്ത്രങ്ങൾ പെട്ടുപോകാറുണ്ട്, അല്ലേ? കാരണം പരിശുദ്ധാത്മാന്റെ നിറവിനകത്ത് തന്നെ നമുക്കറിയാം, വെറുതെ അന്യഭാഷ പറയുന്ന ഒരു നിറവിനെ കുറിച്ചല്ല പറയുന്നത്. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ നിറവെന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഒരു നിറവുള്ളവനകത്ത് ദൈവിക ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഒക്കെ ഉണ്ടാവും. ആത്മാവ് ജ്ഞാനത്തിന്റെ ആത്മാവ്, വിജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ഭക്തിയുടെ ആത്മാവാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന് പറയുമ്പോൾ, ഒരു ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ടാകും. വെറുതെ അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധാത്മ നിറവിന്റെ അടയാളം. പരിശുദ്ധാത്മാവ് നമ്മുടെ പേരിൽ ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കും. അതും എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുക, എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരാന്ന് വിചാരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഹാലയിലെ നമ്മൾ പലയിടത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, അന്യഭാഷ പറയുന്നവർ പരിശുദ്ധാത്മാവ് മാത്രമല്ല ദുരാത്മാവും പറയുന്നുണ്ടോ. അത് നമ്മൾ ആത്മനിറവ് നിന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു സഹോദരൻ ഇങ്ങനെ വർഷിപ്പ് ചെയ്യുന്നത് തന്നെ, പുള്ളിയുടെ ആട്ടം കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത് ദുരാത്മാവാണ്. കാരണം ഒരാളുടെ ബോഡി മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവൻ ഏത് ആത്മാവിലാ ചലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ അവിടെ ശുശ്രൂഷ നടക്കുന്ന സമയത്ത്
മുട്ടുപാട് നിന്ന ദൈവദാസനെ മനസ്സിലാന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം മുട്ടുമേലിരുന്ന് പാമ്പിരുന്ന് ആടുന്ന കണക്കിരുന്ന് ആടുന്നുണ്ടായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഹാലേലിയ. അപ്പൊ നമുക്ക് തിരിച്ചറിയണം ഒരു മനുഷ്യന്റെ ഹാലേലിയ നമ്മ ബോഡിയിൽ വെളിപ്പെടുന്ന ചേഷ്ടകൾ കാണുമ്പോൾ തന്നെ അത് എന്താത്മാവാണ് അവനെ വ്യാപരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റണം. കൈയടിക്കുന്നത് കൊണ്ടോ അന്യഭാഷ പറയുന്നുണ്ടോ ചാടുന്നത് കൊണ്ടോ തുള്ളുന്നത് കൊണ്ടോ ഹാലിലെ അതെല്ലാം പരിശുദ്ധാത്മാവ് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഹാലി അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമുക്കിതെങ്ങനെ നമ്മളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ ദൈവാത്മാവ് നമുക്ക് തന്നുള്ള പരിജ്ഞാനം, ആ വിവേകം നമ്മളോട് ഐഡന്റിഫൈ ചെയ്ത് പറയും ഇന്നതാണെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ നല്ല അന്യഭാഷയൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ആ നിറവ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടെന്ന് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി. ശക്തിയും വേണം, നിറവും വേണം. ആ നിറവ് എന്ന് വെച്ചാൽ നമ്മൾ പറയും ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഒരു ഫുൾനെസ് ആയിട്ട് നമ്മളിലേക്ക് വരണം. ഹല്ലേലൂയ. ധാരാളം ഇങ്ങനെ അതിശയിച്ച് നോക്കുന്നുണ്ട്. ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് കേട്ടിട്ടില്ലേ? ഇത് ഉണ്ട്. അപ്പൊ നമ്മളിലൊക്കെ പരിശുദ്ധാത്മ ഉണ്ടോന്ന് വെച്ചുകൊണ്ട് നിറവ് വെളിപ്പെടും. അപ്പൊ ഞാൻ പറയാം ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നമുക്ക് അത് വെളിപ്പെടാൻ തുടങ്ങും. അത് ഒഴുകാൻ തുടങ്ങും. അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ആരും എത്തിയിട്ടില്ല. ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ദൈവാത്മ വെളിപ്പെടുത്തുന്ന ചില സമയങ്ങൾ വെളിപ്പെടുത്തുക എന്താ വെച്ചാൽ അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവാത്മ വെളിപ്പെടുത്തും. പക്ഷെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ എപ്പോഴും ഈ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഉണ്ടാകണം. പെന്തക്കോസ്ത് നാളെ മാളികമുറി കൂടിയിരുന്ന ഒരു പരിശുദ്ധാത്മ ശക്തിയോടെ വന്നപ്പോൾ അവർ അതുപോലെ പ്രാപിച്ചത് മാത്രമല്ല നമ്മുടെ മേലെ അതുപോലെ പരിശുദ്ധാത്മ വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാപിക്കുന്നു. പക്ഷെ പ്രാപിക്കുന്നെങ്കിലും നമ്മളത് വെളിപ്പെട്ട് വരാത്തതിന്റെ കാരണം ഞാൻ പറയാം നമ്മുടെ ശരീരത്തിന്റെ ജഡത്തിലുള്ള അഴുക്കുകളാണ്, ജഡികമായ ചിന്തകളാണ്, ജഡികമായ സംസാരങ്ങൾ, ജഡികമായിട്ടുള്ള നമ്മുടെ ആകുലതകൾ. നമ്മളെ പല കാര്യങ്ങളെയും നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുന്ന സാധാരണ മനുഷ്യനെ പോലെയാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ആകരുത് പരിശുദ്ധാത്മാവിന് നിറവുള്ള ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. അതുകൊണ്ട് നമ്മളൊന്നും ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് പ്രവർത്തിക്കുന്നില്ല. കാരണം ജഡത്തിൻ്റെതായ എല്ലാ ബലഹീനതകളും ആത്മാവിന് വിരോധമാണ്. നമ്മുടെ ഒരു നോട്ടമാകട്ടെ, ഒരു വാക്കാട്ടെ, ചിന്തയാകട്ടെ, നമുക്ക് നാളെക്കുറിച്ചുള്ള ടെൻഷനാകട്ടെ, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വസിക്കുന്നവൻ നാളെക്കുറിച്ച് ചിന്തിക്കത്തില്ല. നാളെ കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞാലും സുഖമായി കടന്നുറങ്ങും. ഹല്ലേലൂയ. നമുക്ക് കാണുന്നു പത്രോസിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നു. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് ഇട്ടേക്കത്ത ചങ്ങലകളുടെ ചേകവന്മാരുടെ നടുവിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 3 വാതിലും മെയിൻവാതിലേക്ക് കടന്നു വരുമ്പോഴാണ് അതിനുള്ളിൽ കൊണ്ടുവന്ന് ഇട്ടേക്ക പത്രോസിന്. നമ്മൾ കൃത്യമായി വായിക്കുന്നുണ്ട് പത്രോസ് അവിടെ സുഖമായി കടന്നുറങ്ങുന്നതായിട്ട്. എന്താ അങ്ങനെ കടന്നുറങ്ങാൻ കാരണം? പത്രോസിനകത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ടായിരുന്നു. ഹല്ലേലൂയ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ. ആ സമയത്ത് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ സുഖമായി കിടന്നുറങ്ങും. കാരണം നാളെയെ കുറിച്ച് അവന് വിചാരമില്ല. കഴുത്ത് വെട്ടു അല്ലേ? നമ്മളാണെങ്കിലോ കഴുത്ത് വെട്ടുമെന്ന് പോലും അറിയത്തില്ല. കിടക്കുവാണെങ്കിൽ ഉറങ്ങുന്ന വഴിയുടെ കിടക്കത്തില്ല. പെപ്പറ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഹല്ലേലൂയ. കാരണം ഇതാണ് പരിശുദ്ധാത്മ നിറവുള്ളവരും നിറവില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നമുക്കൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ ഇരിക്കും. ദിവസം ഇരുന്നിട്ടുണ്ട് പ്രാപിച്ചു. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് അതുപോലെ അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ കരഞ്ഞ് നിലവിളിച്ച് എങ്ങനെയും അത് സാധിച്ചിട്ട് എഴുന്നേക്കൊന്നും പറഞ്ഞ് കയറിയിരിക്കും. പക്ഷേ പരിശുദ്ധാത്മ നിറവുള്ള അങ്ങനൊന്നും ഇരിക്കത്തില്ല. അവനതിനെ കുറിച്ച് ചിന്തിക്കത്ത പോലുമില്ല. നമ്മൾ ഇത്രയും ഇതൊക്കെയാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കണേ, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഇന്ന വിഷയത്തിന് പ്രാർത്ഥിക്കണേ, ആ വിഷയത്തിന് പ്രാർത്ഥിക്കണേ എന്നൊക്കെ. ഹല്ലേലൂയ, ആമീൻ, ഹല്ലേലൂയ നമ്മൾ പറയാണ്ട് ഇപ്പോഴല്ലേ. പക്ഷെ എന്തുകൊണ്ടാന്നറിയാ? നമുക്ക് ആ ദൈവാത്മാവ് നിറവില്ലാത്തണ്ട് ഇത് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വചനത്തിലാണ് ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്ത ദൈവമാണ് അല്ലേ?
ലോക സ്ഥാപനത്തിന് മുമ്പ് ഭൂമിക്ക് അടിസ്ഥാനമിടുന്ന ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ അന്നേ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന നേരത്ത് ഇന്നത് സംഭവിക്കുന്ന ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നാളത്തേക്ക് അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴുള്ള കാര്യത്തെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നെങ്കിൽ ദൈവം മുന്നമേ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് നടക്കും കൃത്യമായിട്ട്. കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരൻ കൊച്ചുങ്ങളുടെ കല്യാണത്തെ കുറിച്ചൊക്കെ പറയാൻ സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചുങ്ങളുടെ കല്യാണത്തെ കുറിച്ച് നമ്മുടെ കയ്യിലെ സമ്പത്ത് കൊണ്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല കൊച്ചുങ്ങളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. ദൈവം മുന്നമേ അവർക്ക് വേണ്ടി നേരത്തെ തന്നെ അവർക്കുള്ള ആളിനെ കണ്ട് നിയോഗിച്ചു വെച്ചിട്ടുണ്ട്, അല്ലേ? അത് കൃത്യസമയം എത്തും. അതിന് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ദൈവം കണ്ടുവെച്ചത് തന്നെ വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷേ ഞാൻ പറയും, ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ കുറിച്ചു വെച്ചതിന് തക്ക സമയത്തെ കാര്യങ്ങൾ നടക്കും. നമ്മൾ പിന്നെ എന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഓർമ്മ വരുമ്പോൾ നമ്മളിങ്ങനെ കൂളായിട്ടിരിക്കും. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മളെല്ലാം ജഡം എന്ത് ചെയ്യുന്ന ഇതിനപ്പുറം കയറ്റി ഓർമ്മിപ്പിക്കും. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫുൾനെസ്സിലാണെങ്കിൽ ജഡം നമ്മളുടെ മേൽ അധികാരം നടത്തത്തില്ല, ജഡം നമ്മളെ നിയന്ത്രിക്കത്തില്ല. അപ്പൊ നമ്മൾ ഇപ്പോഴും ജഡം നിയന്ത്രിക്കുന്നതിന് കാരണം നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് എത്താത്തോണ്ടാണ്. ആരാണോ നമ്മൾ ഹാലിൽ ബലപ്പെട്ട് നിൽക്കുന്ന അവന്റെ ഹാലിലെ കൺട്രോളിലായി പോകും. നമ്മളിപ്പോഴും ഇങ്ങനെ ഇരുവള്ളത്തിലെ കണക്ക് കുറച്ചു നേരം പരിശുദ്ധാത്മാവിന്റെ ഹാലിൽ കൺട്രോളിലാണെങ്കിൽ കുറച്ചു നേരം ജഡത്തിന്റെ കൺട്രോളിലായി. എന്തുകൊണ്ട് സംഭവിക്കും? നമ്മൾ പരിശുദ്ധാത്മ നിറഞ്ഞവർ ആകാത്തത് കൊണ്ടാണ്. നിറഞ്ഞവരുടെ മുമ്പിൽ വരുന്ന സകല പരീക്ഷ ഇവിടെ ദൈവിക ജ്ഞാനത മാനുഷ്യമായിട്ടുള്ള ഈശക്കത്തെ പരീക്ഷ ജയിച്ചേക്കുന്നത് നോക്കി വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പിശാചിറക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനത്താൽ ജയിച്ചേക്കുന്ന വെച്ചാൽ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ അവിടെ ജയിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ നമ്മളിലൊക്കെ പരിശുദ്ധാത്മ നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ മുമ്പിൽ പരീക്ഷയില്ലെന്ന് ആരും വിചാരിക്കേണ്ട. പക്ഷെ പരീക്ഷകളിലൂടെ പോകുമ്പോൾ അതിനെയെല്ലാം ദൈവജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ജഡികമായിട്ടോ ഒന്നുമല്ല, ദൈവിക ജ്ഞാനത്തിൽ, ദൈവിക പരിജ്ഞാനം, ദൈവിക വിവേകത്തിൽ നിന്നുകൊണ്ട് അതിനെ ജയിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ആ പരീക്ഷയെ ജയിച്ച് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പ്രാപിച്ചിരിക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അപ്പൊ പരിശുദ്ധാത്മ പരീക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മൾ ശക്തി ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവ് നമ്മളിലുണ്ട്, പക്ഷെ ആത്മശക്തി നമ്മളില്ല. പരീക്ഷ ജയിച്ചു നമുക്ക് മനസ്സിലായി നമ്മളിൽ ഇതിനെ ജയിക്കാനുള്ള ആത്മശക്തി നമ്മളിൽ വന്നു എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പോലുള്ള കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോഴത്തേനും ആ ശക്തി പ്രയോഗിക്കാനായിട്ടിട, ആ ശക്തി അപ്ലൈ ചെയ്യാനായിട്ടിടയാവും. നമ്മുടെ നേരെ ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ വരുമ്പം നമ്മൾ നോക്കും, അയ്യോ ഇയാള് എങ്ങനെയുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മളെക്കാട്ടി ആരോഗ്യമുണ്ടോ, ബലമുണ്ടോ, എന്നൊക്കെ നോക്കിയിട്ടാ നമ്മൾ എതിർത്ത് നിൽക്കത്തുള്ളൂ, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ പയ്യെ അവിടെ നിന്ന് സ്കൂട്ടാവുമെന്ന് പറയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ. അപ്പം ഭയങ്കര നല്ല ബലമുള്ള ഒരു ജിമ്മൊക്കെ ഉള്ള നല്ല ഹല്ലേലൂയ ഒരാൾ നമ്മുടെ നേരെ നിന്ന് നമ്മൾ അയാൾ തല്ലാൻ നിൽക്കുമോ? ഇല്ല. നമ്മൾ നോക്കുമ്പോൾ മെലിഞ്ഞുടങ്ങി നമ്മളെക്കാട്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഒന്ന് കൊടുത്തര താഴെ വീഴുന്നൊക്കെ തോന്നുന്ന ആളാണെങ്കിൽ നമ്മൾ നേർത്തൊക്കെ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പയ്യ സ്ഥലം വിടാൻ നോക്കുക. അതുപോലെ നമ്മൾ ശക്തി ധരിച്ചാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കീഴടക്കാനായിട്ട് സാധിക്കൂ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നിറവ് നമ്മളിൽ വേണം. ആ നിറവ് വരുമ്പോൾ നമുക്ക് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് അവനെ ദൈവിക ജ്ഞാനത്തോലും പരിജ്ഞാനത്താലും ദൈവിക വിവേകത്താലും എതിർത്ത് നിന്ന് ജയിക്കാൻ കഴിയുമെന്നതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്കൂടെ കടന്നു പോയി കഴിയുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധന ശക്തി വരും. ഈ ശക്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് അനേക ഇടങ്ങളിൽ ശത്രുവിനെ കീഴടക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആത്മാവ് നടത്തുന്നവൻ, ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവർക്കും പരീക്ഷയുണ്ട്. ആ പരീക്ഷയിലൂടെ നമ്മൾ കടന്നു പോകേണ്ട. ആ പരീക്ഷയ്ക്ക് ഓരോ പരീക്ഷ നമ്മൾ ജയിച്ചു വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നവരാകും. ആ ശക്തിയോടെ പലയിടങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഇരുട്ടിൽ നിന്ന പട്ടണം വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞ പോലെ ചില ഇരുട്ടിന്റെ ശക്തിയിൽ കീഴടക്കി വെച്ചിട്ട് അനേകം നമുക്ക് വിടുവിക്കാൻ പറ്റും. ഒരു പരിശുദ്ധാത്മ നിറവ് നമ്മളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരീക്ഷകൾ നമ്മൾ ജയിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മ ശക്തി നമ്മൾ ഉണ്ടെങ്കിൽ അനേക ജീവിതങ്ങളെ വിടുവിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തെ ജയിക്കാനല്ല, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷയെ ജയിക്കാനല്ല. പരിശുദ്ധാത്മ ശക്തി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ, ഇല്ലേ?
പരിശുദ്ധാത്മ നിറവ് ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മളാൽ പരിശുദ്ധാത്മ നമ്മൾ നിറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതം ആമേൻ ഈ തന്ത്രങ്ങൾ വീഴാതെ മുൻപോട്ട് നയിക്കുമെങ്കിൽ പരിശുദ്ധാത്മ ശക്തി എന്തിനു സഹായിക്കുന്നു വെച്ചാൽ അനേകര ജീവിതങ്ങളെ വിടുവിക്കാൻ സാധിക്കും. അപ്പൊ മറ്റുള്ളവരെ ദൈവികമായ ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ ശക്തി വേണം. നമ്മുടെ ജീവിതം പിശാചിന്റെ കൈകളിൽ വീഴാതെ, തന്ത്രങ്ങൾ വീഴാതെ നമ്മുടെ ജീവിതത്തെ പരീക്ഷകളെ ജീവിച്ച് മുൻപോട്ട് പോകണം. നമുക്കൊരു പരിശുദ്ധന്റെ നിറവ് വെളിപ്പെടണം. രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്നാന്ന് പറയാൻ പറ്റത്തില്ല. നിറവുള്ളവർക്ക് എല്ലാം ശക്തി ഉണ്ടാണെന്ന് നിർബന്ധമില്ല. ശക്തി വരണമെങ്കിൽ നമ്മൾ ചില പ്രോസസ്സിംഗ് കൂടെ കടന്നു പോകുമ്പോഴാണ് ശക്തി കിട്ടുന്നത്. നമ്മുടെ പൗലോസ് അപ്പോസ്തലന് എപ്പോ പരിശുദ്ധാത്മ നിറവ് ലഭിച്ചു എന്ന് ചോദിച്ചാൽ പറയും ആ ദമസ്കോസിന്റെ പടിവാതിലൊക്കെ എൻകൗണ്ടറിൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിച്ചിരുന്നു. പക്ഷെ പൗലോസ് അതുകൊണ്ട് തൃപ്തനാകാൻ വേണ്ടി ഇടയായില്ല. പൗലോസ് പോയി പ്രാപിക്കാനായിട്ടും പിന്നീട് പ്രാപിച്ചിട്ട് എഴുന്നേറ്റ ശേഷം പൗലോസ് ശുശ്രൂഷയിലേക്ക് വന്നു. അപ്പൊ ശുശ്രൂഷ വന്നു പൗലോസിന്റെ ജീവിതത്തിൽ എത്രയോ പരീക്ഷകൾ കയറി വന്നു, എത്രയോ തകർച്ചകൾ, എത്രയോ തകർക്കപ്പെടലുകൾ വന്നു. പക്ഷെ അവിടെയൊക്കെ പൗലോസ് അനേകർക്ക് അത്ഭുതകരമായി വെളിപ്പെട്ട എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പൗലോസിന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി തന്നെയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി മാറണം, അനേകരെ വിടുവിച്ചെടുക്കണം, അനേക ജീവിതങ്ങൾ ദൈവാത്മാവിനാൽ അവരെ വിടുവിച്ചെടുക്കണം. നമ്മുടെ ശക്തി കൊണ്ട്, നമ്മുടെ ഇരിക്കുന്ന പണം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അനേകരെ വിടുവിക്കണമെന്നല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് അനേകരെ വിടുവിച്ചെടുക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പരീക്ഷാ കാലഘട്ടത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഓരോ പരീക്ഷകളെയും നമ്മൾ ജയിച്ച് കയറുമ്പോൾ നമ്മളിലേക്ക് നിറയുന്നൊരു ആത്മശക്തിയെ തിരിച്ചറിഞ്ഞ് ഈ ആത്മശക്തിയാൽ അടുത്തടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അതുപോലെ ഇരിക്കുന്ന ജീവിതങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു ക്യാൻസർ രോഗി ക്യാൻസർ രോഗത്തിൽ നിന്ന് ഭയങ്കര ഇതൊക്കെയായിട്ട് നിന്ന് അവർ സൗഖ്യമായി കഴിഞ്ഞാൽ അവരുടെ മേൽ അവർ പോലും അറിയാതെ പകരപ്പെടുന്ന ഒരു അഭിഷേകമാണ്. എന്താ പറയട്ടെ, ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. ഹല്ലേലൂയ. ഒരു രോഗം ആത്മാവിനാൽ നമ്മളെ കീഴടക്കി വെച്ച രോഗാത്മാവിനാൽ നമ്മൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ മേൽ പകരപ്പെടുന്ന ഒരു അഭിഷേകം കൂടെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയും കൂടെ പകരപ്പെടുക. കാരണം അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ആ രോഗാത്മാവിനെ ശാസിക്കാനുള്ള രോഗികൾക്ക്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ പരീക്ഷയെ കൂടെ കടന്നു പോയി കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതിന്റെ ശക്തി ആ രോഗാത്മാവിനുള്ള ശക്തി നമ്മുടെ മേലേക്ക് വരിക, അതോർത്തി നമ്മളിലേക്ക് വരിക. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗാത്മാവ് വിട്ടുമാറുന്നത്. കാരണം അതിനെ ജയിച്ച് അവർ പുറത്തു വന്നവരാ. അപ്പൊ അതിനെ ജയിച്ച് പുറത്തു വന്നവർക്ക് മാത്രം ഹാലയിലെത്തി അവരുടെ മുമ്പിൽ ഈ രോഗാത്മാവിനെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചില കാലഘട്ടത്തിൽ ഇപ്പോൾ ഭയങ്കര ദാരിദ്ര്യത്തിൽ കിടന്നവർ തിരിച്ചു വന്ന് ഭയങ്കരമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ച് പ്രോസ്പെരിറ്റി ഒക്കെ പ്രാപിച്ചു വരുമ്പോൾ അവർ പ്രാർത്ഥിച്ച പലർക്കും സാമ്പത്തിക നന്മ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേൽ അവർ ആ ഒരു ദാരിദ്ര്യത്തിനെ ജയിച്ച് പുറത്തു വന്നവരാണ്. ഹാലേലുയ. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാണ്ട് പലരും പറയുന്നതും കേട്ടിട്ട് നമുക്കറിയാം. ചില സിസ്റ്റർമാരൊക്കെ ചില രോഗങ്ങൾക്ക് വേണ്ടി പോയി പ്രത്യേകം പ്രാർത്ഥിക്കുക. കാരണം വെച്ചാൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാകും അവരാ രോഗത്തെ ജയിച്ചവര്. അപ്പൊ അങ്ങനെയാണ് പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക്. നമ്മൾ എന്തിനെയൊക്കെ ജയിച്ച് കയറുന്നു അതിലൂടെ ഒക്കെ നമ്മളിലേക്ക് ആ ശക്തി വ്യാപരിക്കുന്നത് അനേകരെ വിടുവിച്ചെടുക്കാനായിട്ട്. കാരണം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നിറവുള്ള നമ്മളിലേക്ക് പരീക്ഷകൾ വരുമെന്ന് വെച്ചാൽ പരീക്ഷകൾ വരും. പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പിശാചിനാൽ പരീക്ഷയ്ക്ക് പെടേണ്ടത് ചിലതിലേക്ക് നടത്താറുണ്ട്. അപ്പൊ പിശാച് നമ്മളെ പരീക്ഷിക്കാനായിട്ട് അടുത്ത് വരുന്ന ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാ ദൈവം അനുവദിച്ചിട്ടാ വരുന്നതെന്ന്. നമ്മൾ പരിശുദ്ധാത്മ നിറവുണ്ടല്ലോ, എന്നിട്ട് ഈ പരീക്ഷയൊക്കെ എന്റെ മുമ്പിലേക്ക് എന്തിനാ കർത്താവ് വരുന്നതെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. കാരണം നമ്മൾ വെറുതെ ഇരുന്നാലും നമ്മുടെ വായിലേക്ക് കോലിട്ട് കുത്തുന്ന പോലെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നിന്ന് പിറുപിറുപ്പും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കർത്താവ് ഇത് എന്തിനെയൊക്കെ മാറ്റി വിട്ടൂടാ, ഇതിലെ നടുക്കൂട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് എന്തിനാ, അതൊക്കെ ചോദിക്കും. പക്ഷേ അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ദൈവത്തിന്റെ ആത്മാവ് അറിയാണ്ട് നമ്മളെ നേരെ ഒരാളും ഒരു വാക്ക് പോലും പറയില്ല, ഒരു കാര്യം വരുത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ദൈവം പഠിപ്പിക്കണം. നീ ഇതിനെ ജയിച്ച് കയറണം, ഇങ്ങനെ ജയിക്കണം. നമ്മുടെ ശക്തി അവരൊന്ന് പറയുമ്പോൾ രണ്ട് പറഞ്ഞിട്ട് നമ്മുടെ കരുത്ത് തെളിയിച്ചിട്ടല്ല ജയിക്കുന്നത്. ദൈവത്തിന്റെ പരിജ്ഞാനത്താലും ജ്ഞാനത്താലും വിവേകത്താലും നമ്മൾ അതിനെ ജയിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജയിക്കുമ്പോഴാണ് നമ്മളിലേക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമുക്ക് അവനെ മനസ്സിലാവും നമുക്ക് അതിനുള്ള ശക്തി ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ആ ശക്തി പ്രാപിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയാകും.
അപ്പൊ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഹല്ലേലൂയ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജയത്തിലേക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ട് ദൈവാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പരാജയമല്ല, നമ്മൾ ജയമാണ്. നമ്മൾ ഹല്ലേലൂയ ആ പരീക്ഷ ജയിച്ച് വരുന്ന സമയത്ത് നമ്മൾ ചിലതൊക്കെ പ്രാപിച്ചുകൊണ്ടാണ് പുറത്ത് വരുന്ന ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇത് തിരിച്ചറിഞ്ഞ തന്നെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ആരെങ്കിലും പരീക്ഷാ കാലഘട്ടത്തിൽ പോകുമ്പോൾ പിറുപിറുക്കാതെ ആ സമയത്ത് ശക്തി തിരിച്ചുകൊണ്ട് പുറത്തു വന്ന് ഹല്ലേലൂയ അത് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടി ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.